മോനെ ഒരു സന്തോഷ വാർത്തയുണ്ട്. കല്യാണം നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. രാവിലെ കാണുന്ന സ്വപ്നം പരിക്കുവന്നാ. വണ്ടി നിർത്ത്. എന്താടി ട്രിപ്പിൾസാ? ഇങ്ങോട്ട് മാറിക്കേ. രണ്ടുപേരെ കൂടി കേറ്റാൻ പാടില്ലായിരുന്നു. അപ്പോഴേ വേഗം ഫൈൻ അടിച്ചേ. കാക്കിക്കൊള്ളർ കണ്ടു. ഇവൻ ഇന്നിവിടെ കാവടി എടുക്കുന്ന തോന്നുന്നു. മാഡം പ്ലീസ്. നടക്കില്ല. കാശ് എടുക്ക്. എടുക്കാൻ പറഞ്ഞില്ലേ? എന്നെ മോനെ ഐറ്റമാണോ? ദേ എടുത്തു തരാം. ദേ 3 എണ്ണം ഉണ്ട്. ഇഷ്ടമുള്ളത് എടുത്തു. മാഡം ഞാൻ സമ്മതിക്കില്ല. നീ എത്രയൊക്കെ ചുമ്മാ പറയുന്നതല്ല. പെണ്ണാകർവാളിനെ പോലെ തന്നെ ചുന്ദരി കുട്ടിയല്ലേ. കൈ നീട്ടി കാശ് വാങ്ങുന്നോ? നാണാവുന്നില്ലേ? പിച്ച എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് വ്യത്യാസമുള്ളത്? ഇതുപോലുള്ള പോലീസിനെ കാണുമ്പോഴാ ദേഷ്യം വരുന്നത്. അവളെ കണ്ട നീ സാരി ഉടുത്ത പോലെ തന്നെ ഇരിക്കുന്നു മോനെ. അത്രയ്ക്കും രസമാണെന്നാ ഞാൻ പറഞ്ഞ. ആൾക്കാരോട് ഇങ്ങനെയാ പെരുമാറണ്ടേ? നിയമപരമായി ശിക്ഷിക്കല്ലേ വേണ്ടേ? പൈസ വാങ്ങാൻ നീ ആരാ? പെരുമാറ്റം നിയമപരം ശിക്ഷിക്കുക. സംഗതി കൊള്ളാലോ. കവിത ഇതിപ്പോ എല്ലാവർക്കും ഒരു പതിവാണല്ലോ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് നടു റൂട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പക്കാരുടെ ഒരു ഹോബി ഇത് തന്നെ. എങ്ങനുണ്ട് കണ്ടിട്ട്? അടിപൊളി. ഇതാ ഞാനും പ്രതീക്ഷിച്ചേ. എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ടേസ്റ്റ് തന്നെയല്ലേ. നല്ല ഭംഗിയുണ്ട്. അറിയാലോ. വണ്ടിയുടെ പേരെന്താ? വണ്ടിയുടെ കാര്യമാണോ പറഞ്ഞേ? വേറെന്താ? അമ്മേ, വിവരിച്ചു പറയാൻ ഞാൻ. ഈ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ ഒരാൾ വേണ്ടേ? നോക്കടാ നീ നോക്ക്. ഈ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ പൊട്ടനല്ലേ? ഇവനോട് എങ്ങനെ പറയുന്നേ? പുറത്ത് ചൂടായിട്ട് അകത്ത് നല്ല കുളിര്. ഇനി നിനക്ക് മനസ്സിലായില്ല? ഈ പൊട്ടനെ എങ്ങനെയാന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നേ? ഇത് കുളിര്, ഇത് ചൂട്. ഇങ്ങനെ തന്നെയാ. രണ്ടും കൂടെ ചേരുമ്പോ ഒരു ഫീലിങ്സ് ഇല്ലേ? മനസ്സിലായോ? ഇവന് മനസ്സിലായില്ലേ? സുന്ദരി എന്ന് പറഞ്ഞാൽ ഇതാണ് സുന്ദരി. അപ്പൊ ഞാനോ? ഞാൻ മാത്രല്ലേ സുന്ദരി എന്ന് പറയാ? അത് വേണമെങ്കില് അനിയത്തിയുടെ സ്ഥാനത്ത് നീ തന്നെയാണ് എനിക്ക് സുന്ദരി മോളെ. വേണമെങ്കിലോ? അച്ഛൻ എന്താടാ ഇത്? നോക്കച്ചാ, നോക്ക്. പോലീസ് അടിക്കുന്ന കണ്ടിട്ടുണ്ട്. പോലീസിനെ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവൾ അടിച്ചച്ചാ. നീ വീണല്ലേ? നമുക്കെന്തിനാടാ ഈ പ്രേമം? നമുക്കല്ല, അച്ഛന് വേണ്ട. വയസ്സായി പോയില്ലേ? ഓ എനിക്ക്. ശരി, വിടെ എത്ര പാപം ചെയ്യുന്നു. ഇത് നടക്കട്ടെ. മുരുക, നിന്നെ ഞാൻ കാണിച്ചില്ലോ. കാണിക്കാം. ചേട്ടാ, ക്വാറിയിൽ മൈൻസ് ഓഫീസർ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്തുവാടോ ഇത്? ഗവൺമെന്റ് എന്നാ നോക്കി നിൽക്കുന്നു കരുതിയോ? ഗ്രാനൈറ്റ് ഒക്കെ തോണ്ടിയല്ല എടുക്കുന്നത്. നിങ്ങൾ എന്നാ കുഴിച്ചിട്ടിരിക്കുന്നത്? പുറത്തറിഞ്ഞാലേ തലയിൽ തോർത്തുവിട്ട് ടിവിയിൽ കണ്ട് ആസ്വദിക്കേണ്ടി വരും. മനസ്സിലായോ? ചേട്ടാ, എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കാം. എന്ത് വേണമെന്ന് പറയാം. ഞാൻ അങ്ങനെ താളൊന്നുമല്ല. നോക്കി ചെയ്യ്, എന്ത് വേണമെങ്കിലും തരാം. ചേട്ടാ 10 കോടിയാണ് നോക്കാന്ന് പറഞ്ഞു. യാതൊരു രക്ഷയില്ലായിരുന്നു. ഒരു വിധത്തിലാ സമ്മതിപ്പിച്ചേ. സമ്മതിപ്പിച്ചു അല്ലേ?
സമ്മതിപ്പിച്ചു. അതെ ചേട്ടാ. സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അയാളാ ഷെയർ ചെയ്യാന്ന് പറഞ്ഞത്. ചേട്ടാ, അവനെ ഒരു അനിയനെ പോലെ. ശത്രുവിനെ നേർക്ക് നേർ നിർത്താം, എന്നാൽ ദ്രോഹിയെ ദൂരത്ത് പോലും നിർത്താൻ പാടില്ല. ഏയ്, എന്താ നിന്നെ കുത്തിയ പോലെ പതർന്നേ? കൊന്നുകളയും. ദ്രോഹിച്ചാൽ കൊന്ന് തള്ളും ഞാൻ, ആരായാലും. എവിടെയാടാ എന്നെ കൊണ്ടുപോകുന്നത്? പെണ്ണ് കാണാൻ വേണ്ടി. അന്ന് കാണിച്ച പെണ്ണാണോ? അതെ. ചേട്ടന്റെ സെല്ലിലുണ്ടായിരുന്ന വണ്ടി നമ്പർ വെച്ച് അഡ്രസ് കണ്ടുപിടിച്ച് ഇന്നെല്ലാം ഉറപ്പിക്കണം. എടാ നിക്കടാ. വേണ്ട വേണ്ട വേണ്ട, ഇപ്പോഴല്ലേടാ ഞാൻ അവളെ ഒന്ന് കണ്ടത്. മെല്ലെ മെല്ലെ ലവ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കുറച്ച് സമയമൊക്കെ എടുത്ത്. ഇഷ്ടമില്ലെങ്കിൽ എന്നാ വിട്ടേക്ക്. എടാ നിക്ക്. ഇവന് ഒരു എന്താ? അനിയൻ. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്നാ നടക്ക്. ഈ കടുംപെട്ടെല്ലാം ഉണ്ടോ? ഇത് കുളമാവോടെ? റൗഡികൾക്ക് തെറ്റൊക്കെ ചെയ്യാം, പക്ഷെ പ്രേമിക്കുവാടാ. നിങ്ങൾ പെണ്ണ് കാണാൻ പോവോ വേറെ എവിടെയെങ്കിലും പോക്കോ, പക്ഷെ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ? ഞാൻ പോലീസ്. മിണ്ടരുത്. അല്ല, എനിക്കറിയാൻ മേലെ അങ്ങനെ ചോദിക്കുക. അങ്ങനെ എന്താ അവൾക്ക് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത്? ചേട്ടാ, ഈ കാര്യം ഞാൻ ഒതുക്കിക്കോളാം. ഇതിന് ഞാനാ നേതാവ്. എന്താ ഈ കാണിക്കുന്നേ? വേണ്ട, ആളെത്തിയല്ലോ. നിങ്ങളാണോ പ്രൊഡ്യൂസർ? എന്താ പ്രൊഡ്യൂസറോ? പെണ്ണിനെ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളല്ലേ? കോ പ്രൊഡ്യൂസർ എവിടെ? കോ പ്രൊഡ്യൂസറാ? അതായത് നിങ്ങളുടെ ഭാര്യ. നിങ്ങള് ശിവനെ അറിയാമല്ലോ അല്ലേ? വെക്കാതെ. അല്ല, ഇനി മേലോട്ട. ഇത് ശിവന്റെ മകനാ, ശക്തി. ചേട്ടാ, നിങ്ങളുടെ മകളെ പുറത്തെവിടെ വെച്ച് കണ്ട് പ്രയാമിച്ചു. അതുകൊണ്ട് പെണ്ണ് ചോദിക്കാൻ വന്നതാ. എടി മീനാക്ഷി, എവിടെ നിങ്ങളുടെ മകള്? ശാന്തി ജോലിക്ക് പോയിരിക്ക. ശാന്തി. ശിവനെന്താ കോച്ചുവാദം പിടിപെട്ടു എത്ര പിടിയുന്നു? ശാന്തി. വാട്ട് എ മോഡേൺ നെയിം. എന്തൊരു പുതിയ പേരാണ്. എടാ, പ്രേം നസീറിനെ പോലെ വല്ലാണ്ടങ്ങ് ഫീൽ ചെയ്യില്ലേ? എന്റെ അപ്പച്ചിയുടെ പേരും ശാന്തി എന്നാ. ശാന്തി എന്നുള്ള പേര് ഗാന്ധിജിയുടെ കാലത്ത് തന്നെ സ്റ്റേ ചെയ്തതാ. അയ്യോ, നിങ്ങളുടെ മോളെ ഫോൺ ചെയ്ത് വേഗം ഒന്ന് വിളിക്കടാ. ഇതിനുള്ളിൽ റിംഗ് ടോണും കേറ്റിയല്ലേ? തുറന്ന് പറയാതിരിക്കാൻ വയ്യ. സാറിന്റെ മോടെ ആ രണ്ട് കണ്ണില്ലേ, കണ്ണ്. പെണ്ണ് ബിൽഡപ്പ് ചെയ്തു, പക്ഷെ അതിനു വേണ്ടി തല ബിൽഡിംഗ് കേട്ടാ നോക്കല്ലേ. അവള് തന്നെയാ. ഇത് അവിടെ സ്കൂട്ടറിന്റെ ശബ്ദമാ. കണ്ടില്ലേ, വണ്ടി ശബ്ദം വരെ അവൻ വാച്ച് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നിങ്ങളുടെ പെണ്ണിന്റെ മനസ്സ് എത്രമാത്രം വാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എടാ, വളരെ നന്ദിയുണ്ടടാ. ചേട്ടാ, എന്താ ഇത്? പെണ്ണ് കാണാൻ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്ന എങ്ങനെയാ കാര്യങ്ങള്? ഒന്ന് നോക്ക്. സൂപ്പർ സെലക്ഷനാ ചേട്ടാ. നോക്ക്. നാണം വരുമോ എനിക്ക്? നാണമൊക്കെ മാറ്റി വെച്ചോ, ഇപ്പൊ ചൂടാകാൻ പോകുന്ന കണ്ടോ? അയ്യേ, നീ പ്രേമിച്ചത് സാധാരണ ശാന്തിയേ അല്ല, കാക്കിയുടുപ്പിട്ട വിജയശാന്തിയെയാ. നിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. ആശംസകൾ. ഇന്ന് ഷഡ്ഡിയുടെ പരസ്യം ഉറപ്പാ.
ഇതാരാച്ചാ? നീ അകത്തേക്ക് വാ. പുറത്ത് വെച്ച് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുക. എന്തോന്നാ? വലിയ ആൾക്കാരാ. ആദ്യം നീ വേഷമൊക്കെ ഒന്ന് മാറ്റും, എന്നിട്ട് സംസാരിക്കാം. ആരാ എന്താന്നൊക്കെ അറിയാതെ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കാപ്പി കൊടുക്കും. നീ ആദ്യം ഇവിടെ കൊണ്ടുപോയി ആ ഡ്രസ് ഒന്ന് മാറ്റി. അന്ന് കാണുമ്പോ ഇങ്ങനല്ലായിരുന്നല്ലോ. വന്ന് അവസാനം ഒരു പോലീസിനെ പോയി സ്നേഹിച്ചില്ലേ? സാറേ, വീട്ടിൽ വിളക്ക് കൊളുത്തണ്ടേ? എല്ലാത്തിനെയും കൊളുത്തും ഞാൻ. ആ എടി, നീ അറിഞ്ഞായിരുന്നോ? ഇന്നലെ ശാന്തിയെ പെണ്ണ് നോക്കാൻ വന്നവരുണ്ടല്ലോ. ആരോടൊന്നും പറയാതെ അങ്ങ് ഇറങ്ങിപ്പോയി. അവക്ക് എന്ത് കുറവാണോ ആവോ? എന്ത് കുറവ്? നീ എനിക്ക് ആ മല്ലിയുടെ നമ്പർ ഒന്ന് തരണേ. അവളോട് എനിക്ക് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ എന്റെ എന്താ പറഞ്ഞേ? പുറത്ത് ഹോട്ട്, അകത്ത് കുളിരോ? ഒന്ന് പറ ചേട്ടാ. എന്താ ശാന്തി, ഇന്നലെ നിന്നെ പെണ്ണ് കാണാൻ വന്നെന്ന് പറയുന്നത് കേട്ടല്ലോ. കണ്ടതോട് ഓടിപ്പോയല്ലേ? അപ്പൊ നിനക്ക് എന്ത് കുറവാണുള്ളത്? എന്തായാലും നീ ആരോടും പറയണ്ട. പുറത്തറിഞ്ഞാ വളരെ മോശമാ. അറിഞ്ഞാ നാണം കെട്ട് മാറിപ്പോവും. പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടാ? ഞാനാണോ പറഞ്ഞേ? എനിക്ക് ചെറുക്കനെ കൊണ്ടുവരാൻ ഞാനാണോ നിന്നോട് പറഞ്ഞേ? നിങ്ങളെല്ലാം എന്റെ പുറകെ വന്ന് പെണ്ണ് കാണൽ കഴിയുമ്പോ വേണ്ടെന്ന് വെക്കുമല്ലേ? വരുന്നവനും പോകുന്നവനും ഒക്കെ എന്റെ കുഴപ്പം പറഞ്ഞ എന്നെ കളിയാക്കുവോ? അറിയോ എനിക്ക് എന്തിന്റെ കുറവാടാ? എന്ത് കുറവാണ് പറയണം. അവരെ തീർക്കണം.
എന്തു പറ്റി? ഒന്നുമില്ല, ആക്സിഡന്റ്. മരിച്ചുപോയി എല്ലാവരും. നിന്റെ അടി കൊണ്ടപ്പോഴേ മരിച്ചുപോയി കാണും. ആക്സിഡന്റിന് എന്തിനാടാ ആസക്തി? പോ. എന്തിനാടാ എന്നോട് വരാൻ പറഞ്ഞേ? വരാൻ പറഞ്ഞാ നീ അടിക്കും, വരണ്ടാന്ന് പറഞ്ഞാ അവൾ അടിക്കും. ഏതവള്? ജെറ്റ്ലി പോലീസ് വേഷം ഇട്ട പോലെയുണ്ട്, കണ്ടില്ലേ? എടുക്ക, ലൈസൻസ് എടുക്ക. ലൈസൻസ് ആരോടാ ലൈസൻസ് ചോദിക്കുന്നേ? എന്തായി ചെയ്യുന്നേ? ആളറിയാതെയാണല്ലോ കളിക്കുന്നത്. സംഗതി കൊളവാകുന്ന ലക്ഷണവാ. ലൈസൻസ് എടുക്ക. ഇതെല്ലാം കണ്ടതാ, കൊറേ കണ്ടതാ. എന്താ പേടിപ്പിക്കാണോ? ഇഷ്ടപ്പെട്ടാ നെഞ്ചോട് ചേർക്കും, അല്ലെ വെട്ടിക്കളയും ഞാൻ. അന്ന് മുമ്പില് ഇപ്പൊ പുറകിലായി. പോലീസിന്റെ പിടുത്തം അറിയാലോ. ഇവനാണോ വേദന എടുക്കാൻ പോകുന്നത്? നല്ല ആയുർവേദ മസാജ് ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എടുത്തു കഴിഞ്ഞു. എനിക്കെന്താടാ കുഴപ്പം? എന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ? ഇഷ്ടപ്പെട്ടില്ല. പിന്നെന്തിനാ നീ പെണ്ണ് കാണാൻ വന്നേ? അന്നേരം ഇഷ്ടായിരുന്നു, ഇപ്പൊ ഇഷ്ടല്ല. അതാ ചോദിച്ചേ. അന്ന് ഞാൻ ഡ്രസ്സില്ലാതല്ലേ കണ്ടത്, അപ്പൊ ഇഷ്ടായി. ഇപ്പൊ ഡ്രസ് ഉള്ളത് കൊണ്ട് ഇഷ്ടമല്ല. എടി ഡ്രസ്സില്ലാതെ കണ്ടെന്ന്. എവിടെ എപ്പോ കണ്ടായിരുന്നല്ലേ? കണ്ടോടി, കലികാലം കണ്ടോ? എങ്ങനെയൊക്കെയാ പെണ്ണ് കാണുന്നത് നോക്കടി. നീയും വന്ന് നിന്നല്ലോ 8 മുഴവും ചുറ്റിക്കൊണ്ട്. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. എന്താടാ നീ പറയുന്നത്? അന്ന് ഇയാള് കാക്കി ഡ്രസ് ഇല്ലാതെ നിന്നപ്പോ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കാക്കി ഉടുപ്പല്ലേ ഇട്ടേക്കുന്നേ, അതുകൊണ്ട് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ചപ്പ കൂതറ ഫിഗറിനെ പോലും എനിക്ക് ഇഷ്ടാകും. എന്നാ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലേ എനിക്കിഷ്ടേ അല്ല. കൂതറയാണെന്നോ? ഇന്ന് നിന്നെ ശരിയാക്കിട്ട് തന്നെ കാര്യം. വെടിവെക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ആരാ? പ്രശ്നമാകും. വേണ്ട, അങ്ങനെ ഒരു പക്ഷേ ആകുകയാണെങ്കിൽ അയ്യേ, വെടി തീർന്നോ? ഷൂട്ട് ചെയ്തല്ലേ? ഓപ്പൺ ആയല്ലോ. ബ്ലീഡിങ്. പൊക്കോ. അയ്യോ ദൈവമേ.